ചില കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ കാല് ഇങ്ങനെ ആകൃതിയിൽ ഇങ്ങനെ പാദങ്ങൾ ഉള്ളിലോട്ട് വളഞ്ഞിരിക്കുന്നത് ചട്ടുകാൽ അല്ലെങ്കിൽ ക്ലബ് ഫീറ്റ് എന്ന് പറയും. പലരും ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും 100% അത് ശരിയായി പോകാൻ പറ്റുന്നതാണ്. പലരും അത് ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ മറ്റ് ചികിത്സാ രീതികൾ തേടുമ്പോൾ അതൊരു കൂടിപ്പോയാൽ പിന്നെ അത് നമുക്ക് ചികിത്സിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണ നമ്മൾ CTV അല്ലെങ്കിൽ ക്ലബ് ഫീറ്റ് എന്ന് പറയുന്നതിൻ്റെ ചികിത്സ എന്താ, ജനിച്ചപ്പോൾ അടുത്ത 1-ാമത്തെ ആഴ്ച മുതൽ പ്ലാസ്റ്റർ ഇടുകയാണ് പതിവ്. ഒരു 4-5 പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം കാലിൻ്റെ വളവ് സാധാരണഗതിയിൽ നിവർന്ന് വരാറുണ്ട്. അതിനുശേഷം നമ്മൾ കാലിൻ്റെ കുഴിഞ്ഞരമ്പെന്നും പറയുക, ടെൻഡോ അക്കിലീസ്, അത് ടൈറ്റ് ആണെങ്കിൽ അത് ചിലപ്പോൾ ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയർ വരെ ചെറിയൊരു മരവിപ്പിച്ചിട്ട് നമുക്കതൊന്ന് പിടിച്ച് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 3 മാസം വരെ ബ്രേസസ് എന്ന് പറയും, ഒരു ഷൂസ് പോലത്തെ സാധനം ഒരേ ദിവസം 21 മണിക്കൂർ ഇടേണ്ടി വരാറുണ്ട്. അത് കഴിഞ്ഞ് 3 മാസം അങ്ങനെ ഇട്ടതിന് ശേഷം ഒരു 3 വയസ്സ് വരെ നൈറ്റ് സ്പ്ലിൻ്റ് എന്ന് പറയും, അതായത് ഉറങ്ങാൻ നേരത്ത് മാത്രം നമ്മൾ ആ ഷൂസ് ഉപയോഗിക്കേണ്ടി വരും. സാധാരണ ഒരു 3-4 വയസ്സ് വരെ നൈറ്റ് സ്പ്ലിൻ്റ് ഉപയോഗിച്ചാൽ പിന്നെ പെർഫെക്റ്റ്ലി നോർമലായിട്ടുള്ള പാദങ്ങൾ തന്നെയാണ് കുട്ടികൾക്ക് കാണാറുള്ളത്. വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നേരത്തെ അത് കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ്. നേരത്തെ പെട്ടെന്ന് കണ്ടുപിടിച്ച് അത് ചികിത്സിച്ചാൽ സാധാരണ ആൾക്കാരെ പാദം പോലെ തന്നെ നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും.